അക്ഷരം ക്രോധത്താൽ കൊട്ടയിൽ തീയും കോരി ഞാൻ തച്ചന്റെ ദുർമന്ത്രവാദത്തിനെതിരായ പറന്നു പോയവൻ പറക്കുട്ടി തവിക്കുട്ടി ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. പക്ഷേ പിന്നെയുള്ളത് ഭദ്രകാളിയാണ്. ഭദ്രകാളി അമ്മയാണുള്ളത്. അത് ദുർഗാദേവിൻ്റെ ബാക്ക് ഭാഗത്താണ്. അപ്പം അത് ദേവി അതീവ രുദ്രസ്വരൂപിണിയായിട്ടിരിക്കുന്ന ഭഗവതിയായതുകൊണ്ട് ഇത് ശമിപ്പിക്കാൻ വേണ്ടിയാണ് ദുർഗാദേവി ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആയി വന്നിരുന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്. ഒരു വിശാലമായൊരു സൂപ്പർ പവറുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ സേവനവും വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. വളരെ സ്നേഹബഹുമാനത്തോടുകൂടി എല്ലാവരും നല്ല ഇതിൽ പെരുമാറുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രം ഇനി ഒരുപാട് പുരോഗതിയിലേക്ക് വരാനുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നതെന്ന് പറയപ്പെട്ടത്. ഇവിടെ ശ്രീവേലി നടക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ആ കാഴ്ച കൂടി കണ്ടിട്ട് മടങ്ങിപ്പോകാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിൽക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ആ കാഴ്ച എടുക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടായി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഗോപുരയിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് ശരിക്കും നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് ഈ കാഴ്ച എന്തായാലും കാണാം. ഇപ്പം ശ്രീവേലിയിൽ ഇപ്പം ഒരു എഴുന്നേൽക്കുന്നുണ്ട് പുറത്തേക്ക് കൂടി. അപ്പം അതും കൂടി കഴിയിട്ട് നമുക്ക് മടങ്ങിപ്പോവാം. നല്ല നമസ്കാരം. ഭഗവതി എഴുന്നള്ളിയാണ്. ഇങ്ങനെ വലം വെച്ച് വരുമല്ലോ അല്ലേ? ഇങ്ങനെ വലം വെച്ച് വരില്ലേ? ഇങ്ങനെ വലം വെച്ച് വരില്ലേ?
നമസ്തേ. നമസ്തേ. എന്താ അങ്ങോട്ട് പേര്? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ ക്ഷേത്രത്തിൻ്റെ വഴിപാട് ക്ലർക്കായിട്ടാണ് അല്ലേ? പിന്നെ ഇവിടെ കുറെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന മൂർത്തി എന്താ? അത് ഭദ്രകാളി. ദേവിയുടെ കാവക്കായി ദേവി അതാണ് പ്രതിഷ്ഠ. അതാണ് പ്രതിഷ്ഠ. ശരിയായ പ്രതിഷ്ഠ അതാണ്. പിന്നെ ഇപ്പൊ ഉള്ളത് ദുർഗാദേവിയാണ് അല്ലേ? പിന്നെ ഇതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അമ്മൂപ്പറമ്പ്. തോട്ടട ഭാഗത്തൊരു വിശാലമായൊരു സ്ഥലമുണ്ട്. അവിടെ വേറെ മറ്റുള്ള ഒന്നുമില്ല. ഒരു അത്ഭുതമായിട്ട് കിടക്കുന്ന ഒരു മരമുണ്ട്. അതൊരിക്കലും ഉണങ്ങാറുമില്ല. അതാണ് ശരിയായ ശക്തി. ഈ രണ്ട് ദേവിയുടെ അമ്മയാണെന്നുള്ളൊരു സങ്കല്പം മാത്രം. അവിടുന്ന് ഒരു മകളെ ഇവിടെ മുന്നിൽ പ്രതിഷ്ഠിച്ച ഭദ്രകാളി. ദാരികാവധത്തിന് ശേഷമുള്ള മൂർത്തിയാണ്. ഉഗ്രമൂർത്തിയായിട്ട് അവിടെ കുരിശി നിർമ്മാലയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ശക്തിയിൽ പിന്നെ ഈ മുൻഭാഗത്തൊക്കെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അവരെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ അവരുടെ അനുജിത്യായ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ശമനം കുറഞ്ഞു. അപ്പോൾ നാലമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ദുർഗാദേവി. മറ്റുള്ള കുരിശി നിർമ്മാല ഈ വടക്കേ മലബാറിലെ ഏറ്റവും വലിയൊരു വഴിപാടാണ്. വേറെ എവിടെയും ഇല്ല. നടക്കുന്നത് ഇവിടെയാണ്. കുരിശി അല്ലല്ല ശാസ്ത്രീക മഞ്ഞളും നൂറും ഗുരുതി. ഇത് പിന്നെ എത്ര കൊല്ലത്തെ കാലപ്പഴക്കമുണ്ട്? ഇത് ത്രേതായുഗത്തിലുള്ളതാ. പരശുരാമ പ്രതിഷ്ഠയാണ്. പരശുരാമ എത്ര ഇതില് 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ശ്രീ ചാലാഭഗവതി ക്ഷേത്രം അല്ലെ? അതില് ഇടം പിടിക്കുന്നു. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ്. പിന്നെ ഇവിടെയുള്ള മഹാദേവൻ പിന്നീട് വന്ന് പ്രതിഷ്ഠിച്ച മഹാദേവൻ കൊട്ടാര സങ്കല്പമാണ്. പ്രത്യേകിച്ച് പ്രതിഷ്ഠയില്ല, സങ്കല്പമാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് അറിഞ്ഞു അവിടുന്ന് നമസ്കരിച്ചു പിന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇത് ഏതെങ്കിലും കോവിലകത്തിന്റെ കീഴിലുള്ളതാണ്? ട്രസ്റ്റിയാണ്. അല്ല, അങ്ങനല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ചർക്കൽ കോവിലകോ അങ്ങനെ? ചേരമാൻ പെരുമാൾ രാജാവ് പിന്നെ ഇതിന്റെ കീഴിലായിട്ടും പിന്നെ ഇവിടുത്തെ ക്ഷേത്ര ഊരാളന്മാര് അവരെ കീഴിലായി അവര് മലബാർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു. മലബാർ ദേവസ്വത്തിന്റെ ഒരുപാട് എല്ലാ ക്ഷേത്രങ്ങളും അവര് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാനുള്ളത് വെച്ചാല് ഇവിടെ ഒരു കുളത്തിന്റെ ഒരു നവീകരണം വരാനുണ്ട്. കുളത്തിന്റെ നവീകരണം ഇപ്പോ കോർപ്പറേഷൻ ഒരു 75 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. അത് അടുത്ത അടുത്ത ഈ വർഷം തന്നെ ചെയ്യാനുള്ള ഈ വർഷത്തെ തന്നെ ചെയ്യാനുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ കുറച്ച് പൊട്ടിയും പഴങ്ങിയാലും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനിയും കുറച്ചും കൂടി ഭംഗിയാക്കാണ്ട് പിന്നെ കേരി വരുന്ന അരയാലൊന്ന് തറ കെട്ടിയിട്ട് തറ കെട്ടാൻ പറ്റുവാണെന്നറിയില്ല. ഇത് കുറച്ച് അതിന്റെ അപ്പുറം ഒരു ഇത് കണ്ടല്ലോ, അത് ആറാട്ട് തറയാണ്. പൂരമഹോത്സവത്തിന് പൂരത്തിനാണ് ഇവിടെ ഉത്സവം. 7 ദിവസത്തെ ഭഗവതിന്റെ മാർച്ച് മാസം. ആ ഉത്സവത്തിന് പിന്നെ അവസാന ദിവസം ആറാട്ടിനെ പിന്നെ ഭക്തജനങ്ങളെ കാണാനായിട്ട് ഭഗവതി അവിടെ എഴുതുന്നു. എല്ലാ വർഷവും തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരി പാടാന്ന് വരുന്നത് അല്ലെ? ഇവിടെ പള്ളിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ ഏട്ടൻ അങ്ങ് മൂത്തടുത്ത് അല്ലെ? അങ്ങ് പൊന്നാനി അങ്ങോട്ടാണ് അല്ലെ? മലപ്പുറം ഭാഗത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഇവിടെ അന്നദാനം ഉണ്ടോ? അന്നദാനം പുരോത്സവത്തിന് 7 ദിവസം ഗംഭീരമായിട്ടുള്ള അന്നദാനങ്ങളുണ്ട്. മറ്റുള്ള സമയത്തൊന്നും മറ്റുള്ള സമയങ്ങളിലൊന്നുമില്ല. പിന്നെ നവരാത്രി ദിവസമുണ്ട്. നവരാത്രി 9 ദിവസം നവരാത്രി ഉണ്ടാടുന്നു. ദേവി സങ്കല്പത്തിലായിട്ട് ധാരാളം ഭക്തജനങ്ങൾ. ഇവിടുത്തെ പ്രതിഷ്ഠത്തിന് എപ്പോൾ വരുന്നത്? പ്രതിഷ്ഠാണ് മീനം 16 മാർച്ച് 31. മറ്റേ ഉത്സവം കഴിഞ്ഞ ഉത്സവത്തിന്റെ ഒരു ഗ്യാപ്പിൽ വരും. ഇപ്പൊ ഈ വർഷത്തെ പൂരോത്സവം 28 മുതൽ ഏപ്രിൽ 4 വരെ. അതിന്റെ അകത്ത് തന്നെയാണ് ഉത്സവം ഇത് വരുന്നത്. പ്രതിഷ്ഠാ ദിനം. പിന്നെ പടിഞ്ഞാറത്ത് ഒന്നുമുണ്ടോ? ഇല്ല, അത് പിന്നെ ഗോപുരത്തിന്റെ ഇതിന്റെ വഴിയാണ്. പടിഞ്ഞാറ് ഭാഗത്തെ പ്രധാന വഴി. അതിന് നേരെ അമ്മൂപ്പറമ്പിലേക്ക് രാവിലെ തന്നെ ഇവിടുന്ന് നെയ്ത്യം കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു വഴിയുണ്ട് ഇവിടെ. അമ്മൂപ്പറമ്പിൽ എവിടെ ഒരു ആശ്രമം ഉണ്ടല്ലോ. ആശ്രമത്തിന്റെ മുന്നിലായിട്ട് വലിയൊരു ഗ്രൗണ്ട്. ചെറുങ്ങനെ കെട്ടിയിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടുന്ന് നേരെ പിന്നെ
ഇവിടെ ഊട്ടുവരെ എവിടെയാ വരുന്നത്? ഊട്ടുപുര അഗ്രശാല, അഗ്രശാല. പിന്നെ പന്തലിട്ടിട്ട് മുന്നിൽ ബാക്കിലെ നടയിൽ എത്ര ആയിരം വർഷം ഉണ്ടാവും? 2500 വർഷം ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും അല്ലേ? ഒരു ദിവസം. ഇപ്പൊ ഇവിടെ വലിയൊരു ദുരിതവും വിഷമമൊക്കെ ഉണ്ടായി 12 അപ്പൊ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. അതെ, അതാ പറഞ്ഞത്, അതൊരു അതിശയം തന്നെയാണ്. പിന്നെ കാരണം അതിന് ടാങ്ക് പൊട്ടിയിട്ട് അങ്ങോട്ട് മിംസ് ഹോസ്പിറ്റലിൽ അത്ര പേര് എത്തിയില്ല. അത് ആ പോയ വഴിയെല്ലാം കണ്ടില്ലേ നിങ്ങള്? അതിന്റെ പീസ് അപ്പുറം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടെത്തിയിട്ടാ ഞാൻ വന്നിട്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ വരേണ്ട മാർഗം എങ്ങനെയാണ്? കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് 7 കിലോമീറ്റർ ചാല ബൈപ്പാസ് ജംഗ്ഷൻ, അവിടുന്ന് തൊട്ടടുത്ത് മിംസ് ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് അല്ലേ? മിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നേരെ പാർക്കില്ല, എന്തോ സാധു പാർക്ക്, അതിന് നേരെ മുന്നിൽ തന്നെ. പക്ഷെ ശരിക്കും ചാല ഭഗവതി ക്ഷേത്രത്തിന്റെ ആണ് അഡ്രസ്സ്. അത് എവിടെ കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ചാല ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കും അല്ലേ? റെയിൽവേ സ്റ്റേഷൻ 7 കിലോമീറ്റർ, പിന്നെ മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് 19 കിലോമീറ്റർ ഇവിടെ എത്തിച്ചേരും. പിന്നെ പുതിയ സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡിനായാലും അതെ 8 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. സ്റ്റോപ്പ് ഉണ്ട്. വരുന്ന ഭക്തന്മാർ ഏകദേശം എത്ര മണിക്ക് എത്തേണ്ടി വരും? 5 മണിക്കാണ് നട തുറക്കുക, 11 മണി വരെ നട തുറന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനിടക്ക് ഏത് സമയത്തും വന്നിട്ട് തൊഴാം. പിന്നെ വൈകുന്നേരം 5:30 നട തുറക്കും, 8 മണിക്ക്. പിന്നെ പ്രധാനപ്പെട്ട ഗുരുസി നിർമ്മാല വഴിപാടുണ്ടെങ്കിൽ അതൊരു 9:30 വരെ ചെയ്യാം അല്ലേ? പിന്നെ മറ്റെന്തോ നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് എനിക്ക്. ഫോൺ നമ്പർ 04972 നമ്പർ 999 ഒരിക്കലും കൂടി പറഞ്ഞു. 04972 999 പിന്നെ മൊബൈൽ നമ്പർ ആണെങ്കിൽ 9995 910 799. ഇത് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. പിന്നെ പൂജാ വഴിപാടും കാര്യങ്ങളും ഇതൊക്കെ എന്ന് വെച്ചാൽ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിളിച്ച് നേരിട്ട് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചാനലിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ടിട്ട് നമ്പറിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി വഴിപാട് കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ പറ്റും. സന്താന സൗഭാഗ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദേവീന്റെ ഇഷ്ട വഴിപാട് ഗുരുസി നിർമ്മാലയാണ്. അതൊക്കെ വന്ന് കുടുംബാംഗങ്ങൾ വന്ന് ചെയ്താൽ അതിന്റെ ഫലം നിശ്ചയമായിട്ട് ലഭിക്കും. ചുറ്റുവിളക്ക്, കാലവട്ടം പായസം, നിത്യപൂജ, ഭഗവതി സേവയുണ്ട്. പിന്നെ മഹാദേവന് നെയ്യമൃത്. ജലധാരി ഉണ്ടോ? ജലധാരി ഉണ്ടാവും? ജലധാരി ഇല്ല. നെയ്യമൃതം മാത്രമേ ഉള്ളൂ. ഭദ്രകാളിക്കാണ് കടുംപായസം, രക്തപുഷ്പാഞ്ജലി, ഇങ്ങനെയുള്ള ഗുരുസിയൊക്കെ ഭഗവതി സേവ. ഇവിടെ നിത്യപൂജ, പിന്നെ നെയ്വിളക്ക്, രണ്ടമ്മമാർക്ക് നെയ്വിളക്ക് വെച്ച് തൊഴാം. അത് ഞാൻ കുറച്ചപ്പുറം എത്തിപ്പോയപ്പോൾ ഈ കാര്യം ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വന്നത്. അപ്പം നല്ല നമസ്കാരം. പിന്നെ നമുക്ക് ഇനിയും ഉത്സവ സമയത്ത് കാണാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ, വന്ന് കണ്ടിട്ടൊന്ന് ലൈവായിട്ട് എടുക്കണം. അതെ, അങ്ങനെ നമുക്ക് നോക്കാം. ഉത്സവമൊക്കെ 2 ഇരട്ടത്തഴമ്പെഴുന്ന അങ്ങനെ പട്ടോപ്പിക്കലുണ്ട്. പ്രധാന വഴിപാട് ദേവിക്ക് ആ സമയത്ത് പട്ടോപ്പിക്കാൻ കലാപരിപാടിയൊക്കെ ഉണ്ടാവും. ശരി, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് വളരെ സന്തോഷം. കൂടെ നമ്മുടെ പേര് പറയും. സന്തോഷം. നല്ല നമസ്കാരം. നമസ്തേ. നമ്മുടെ പേരെന്താ? മാധവൻ അല്ലേ? എവിടെയില്ല? പയ്യന്നൂർ, എല്ലാവരും നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള ഓരോ ക്ഷേത്രങ്ങളിലെ എല്ലാവരും പയ്യന്നൂർ ഭാഗത്ത്, പിലാത്തറ ആ ഭാഗത്ത് തന്നെയാണ്. എത്ര വർഷമായി ഇവിടെ? എന്റെ പാരമ്പര്യ ശാന്തിയാണ് അല്ലേ? അച്ഛനായിരുന്നു ശാന്തി. പിന്നെ ഇല്ലാന്നല്ലോ നേരത്തെ പേര്? ഇല്ലത്തിന്റെ പേരാണല്ലോ പറഞ്ഞത്? അതെ, മരങ്ങട്ടലും ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്? അതെ, നമ്മുടെ ജന്മശാന്തിയാണ്. പുറപ്പെടാ ശാന്തി പോലെ പുറപ്പെടാ ശാന്തി അല്ല എങ്കിലും ഒരു മാസം ഇവിടെ ശാന്തി. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ? പറഞ്ഞോളൂ. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയുണ്ടാവും? കാലപ്പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാർ നിർണയിച്ചിട്ടുള്ളത് കാലാന്തരങ്ങൾ നമ്മൾ ജന്മശാന്തിയായിട്ട് പൂർവീകമായിട്ട് പൂജിച്ചു വരുന്നതാണ്. അപ്പോൾ എത്ര കാലപ്പഴക്കം ആയി എന്ന് നിർണ്ണയിക്കപ്പെടാൻ പറ്റാത്ത ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പരശുരാമ പ്രതിഷ്ഠിതമായ ദേവിയാണ് ദുർഗ. 8 ദുർഗാലയങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ് ചാലാഭഗവതി ക്ഷേത്രം. പരശുരാമ ദുർഗാലയങ്ങളിൽ ഒന്നാണ് പ്രധാനപ്പെട്ട. അതിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ചാലാഭഗവതി അല്ലേ? അതീവ ശക്തിയുള്ള ദേവിയാണ്, തിരുസന്നിധാനം. പിന്നെ ആദ്യം ഭദ്രകാളി ആയിരുന്നില്ലേ ഇവിടെ? ആദ്യം ഭദ്രകാളിയാണ്, പിന്നീട് അതിന്റെ സൗമ്യമൂർത്തിയായ ദുർഗ ദേവിയെ പ്രതിഷ്ഠിക്കുക. അപ്പം ആ ഭദ്രകാളി അതീവ ശക്തി സ്വരൂപിണി ആയതുകൊണ്ട് അതിനെ ശമിപ്പിക്കാൻ വേണ്ടി ഭഗവതി മുന്നിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആ രൗദ്രം ഒന്ന് ഒതുക്കെ അടങ്ങാൻ വേണ്ടിയിട്ടാണ് സൗമ്യ
ഇവിടെ അതെ അല്ലേ? ദുർഗനെ ഇവിടെ ഉള്ളില് എന്തൊക്കെ മൂർത്തിയുണ്ട്? അല്ല വേറെ അല്ല ഗണപതി ഉണ്ട്, സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ മറ്റ് ഒരു ദേവിയും അമ്മേനെ വിചാരിച്ച് വരുന്നതല്ലാതെ മറ്റൊരു ഇത് ദേവിനെ വിചാരിച്ച് വരാൻ പാടില്ല എന്നതാണ് ചാലാമ്പലത്തിന്റെ പ്രത്യേകത. അതെ, അങ്ങനെയാണ്. പിന്നെ ഉള്ളില് ഈ ഒരു പ്രതിഷ്ഠ അത്രേ മാത്രമേ ഉള്ളൂ. ബാക്കി അമ്മേന്റെ കാവലായിട്ട് പുറത്ത് അതെ ഇരിക്കുന്നു മാത്രം അല്ലേ? അതെ പിന്നെ മഹാദേവൻ പുറത്തുണ്ട് അല്ലേ? അതെ ഇത് മാത്രമാണ് സങ്കല്പം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ അതിന്റെ പേര് നാമം കൊടുത്തിട്ടുള്ളത്? ശൈവായിട്ടാ, ശിവനായിട്ടാണ്. ഇവിടെ കൗള സമ്പ്രദായം അല്ലെങ്കിൽ ഉത്തമമാർഗം ബ്രാഹ്മണന്മാർ. അപ്പൊ കൗള സമ്പ്രദായം ഇല്ല. പുറത്തും ഉത്തമം, ഉത്തമമായിട്ടുള്ള സാധാരണ ഉത്തമത്തിലുള്ള ഗുരുതിയാണ്. അല്ലാതെ മറ്റേ നമ്മളെ കൗള സമ്പ്രദായത്തിൽ ആ രീതിയിൽ ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടില്ല. അതെ, പറഞ്ഞിട്ടില്ല. അല്ല, കേരളത്തിലെ ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിലെ ബ്രാഹ്മണന്മാർ പറഞ്ഞിട്ടില്ല. പക്ഷെ കളകാട്ടിലത്തൊക്കെ അവരൊക്കെ ഉത്തമമാണ്. അതെ, മറ്റുള്ള അവർ ചെയ്യാറില്ല. ഇല്ല. അവരൊക്കെ കാട്ടുമാടായാലും ഉത്തമം തന്നെ ചെയ്യുന്നത്. അപ്പം ഇവിടെ എത്ര മണിക്കാണ് നട തുറക്കാറ്? രാവിലെ 5 മണിക്ക് തുറക്കും. വൈകിട്ട് എത്ര മണിക്ക് അടക്കുക? രാവിലെ 11 മണി വരെ. 11 മണി വരെ കാണും. പിന്നെ അതുപോലെ എത്ര മണിക്കാണ് വൈകിട്ട് തുറക്കുക? 5 മണി മുതൽ 8 മണി വരെ. 8 മണി വരെ. നിറമാല, ഗുരുതി ഇത്യാദികളുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി സമയം നീണ്ടുപോകും. അതൊന്നുമില്ല. ഇല്ല 11 മണിക്ക് തന്നെ സമയം തന്നെ ഇതാവും അല്ലേ? വിശേഷ ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? ഗുരുതി. അതെ ഗുരുതി. എന്താ? കടും പായസം. അത് ബട്ടളാണോ അല്ലെങ്കിൽ? അതൊക്കെ പിന്നെ ഒരു വട്ടളം പായസം അതെല്ലാം ദേവിക്ക് സമർപ്പിക്കാം. അതാണ് പ്രധാനപ്പെട്ട വഴിപാട്. ദേവീ ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതലും പെൺകുട്ടികളെ കല്യാണം മംഗല്യമാണ് നടക്കാറ്. അതുപോലെ സന്താനാവതരിക്ക് സന്താന ദുർഗ പ്രശ്നത്തിൽ പറഞ്ഞിരുന്നു. സ്വർണ്ണ പ്രശ്നം വെച്ച സമയത്ത് പറഞ്ഞു സന്താന ദുർഗയാണ്. ഇവിടെ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മംഗല്യം നടത്താൻ ഉത്തമമായ, അതുപോലെ പല മാറായ രോഗങ്ങളും മാറി സമീപിച്ച പിന്നെ അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യത്തിനും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കെട്ടുകറിയുണ്ടോ? കെട്ടുകറിയുണ്ട് അല്ലേ? പിന്നെ മകരം 14 മകരവിളക്കിന്റെ സമയത്ത് ഇവിടെ വേറെ ചുറ്റ ദീപാരാധന കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും കൊണ്ടോ? ഒന്നുമില്ല. അങ്ങനെ അത് ആരെങ്കിലും വഴിപാട് വന്നു കഴിഞ്ഞാൽ ചുറ്റു വഴിപാട് കാര്യങ്ങൾ പുറത്തുള്ളത് എല്ലാവർക്കും ചെയ്യാം അല്ലേ? ചെയ്യാം. എന്നാ നല്ല നമസ്കാരം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ശരി, നല്ല നമസ്കാരം. ഇത് എന്ത് ഭാവത്തിലെ ഭഗവതി? ഇവിടെ സൗമ്യഭാവത്തിലും പിറകില് രൗദ്രഭാവത്തിലും അല്ലേ? നമസ്തേ, എന്താ പേര്? നമസ്തേ, രവി. എവിടെ വീട്? ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നട തന്നെയാണ്. ആ മുട്ടുന്ന ബാധ്യം എന്താ? ഞാൻ കേട്ടു അത് വലന്തല, പിന്നെ മേളാണ് അല്ലേ? മേളത്തപ്പെടുന്ന ഒരു സംവിധാനം. അതെ. അത് നല്ല ഭംഗിയായിട്ട് അത് നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ചോദിച്ചതാണ്. പിന്നെ നമ്മൾ പല സ്ഥലത്തും പല രീതിയിലല്ലേ ഓരോ ക്ഷേത്രങ്ങൾ കാണാറ്. ഇത് പഴയ കാലഘട്ടത്തിൽ പോയ ഒരു ഫീലിങ്സ് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല നമസ്കാരം. ഇത് എത്രയോ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതെ. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ പിന്നെ 30 വർഷമായി. 30 വർഷത്തോളം ഭഗവതിയുടെ സേവനായിട്ട് നടക്കുന്നു അല്ലേ? നല്ല നമസ്കാരം. അങ്ങ് പറയൂ, എന്താ പേര്? അങ്ങോട്ട്. ഞാൻ റിട്ടയർഡ് ആളാണ്, വിശ്വനാഥൻ. ഇവിടെ റിട്ടയർഡ് ഒന്നുമില്ല ഭഗവതിന് മുന്നിൽ അല്ലേ? അത് സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് അതിൽ നമുക്ക് പറയാം. ദേവിയുടെ അടുത്ത് എപ്പോഴും 916 ആയിരിക്കണം അല്ലേ? അവിടെ റിട്ടയർമെന്റ് ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു ഇവിടെ? അപ്പം തൽക്കാലം ബദലി ചെയ്യാം. ജോലി ചെയ്ത് പിന്നെ എന്താ ചെയ്യുന്നത്? വാദ്യത്തിൻ്റെ തന്നെ അല്ലേ? അല്ല, ഇപ്പോൾ ആ ഊർജ്ജമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ശംഖുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നല്ല നമസ്കാരം. ഇവിടെ തന്നെയാണോ വീട്? അതെ, ഇതിൻ്റെ അടുത്ത് തന്നെ അല്ലേ? നമസ്തേ. അങ്ങോട്ട് പേരെന്താ? രാജേഷ് അല്ലേ? മാല കെട്ടുക. ഇപ്പം പലവിധ രീതിയിൽ മാല കിട്ടുന്ന ആൾക്കാരിലുണ്ട് ഇഷ്ടംപോലെ. അപ്പം ഭഗവതിൻ്റെ ഇവിടുത്തെ മാലയും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഇവിടെ ചെയ്യാറ് അല്ലേ? പുറമെ കൊണ്ടുവരാറില്ല? ഇവിടെ തന്നെ കെട്ടി ഇവിടെ തന്നെ. ഉത്സവ സമയത്ത് പുറത്ത് കൊണ്ടുവരാറുണ്ടോ? ഇല്ല, ഇവിടെ തന്നെ കെട്ടിയിട്ടാണ്. പാരമ്പര്യമായിട്ടാണോ? പാരമ്പര്യ അച്ഛൻ പണ്ടേ ചെയ്ത് വന്നായിരുന്നു. നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നല്ലേ? പിന്നെ കഴുകും പൂക്കൽ കൊണ്ട് എല്ലാം ചെയ്യാറില്ല? ഇതുണ്ടല്ലോ, വള രൂപത്തിലാക്കി എല്ലാം കെട്ടും അല്ലേ? എന്നാ നല്ല നമസ്കാരം.
ഇവിടുത്തെ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കാമെന്ന്. പൂക്കളെല്ലാം മേഞ്ഞിട്ടുണ്ട്. കണ്ട ദേവിന് മുന്നിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. വലിയൊരു അരയാൽ മരം ഇവിടെ കാണാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ സൂപ്പർ പവറുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാലും തീരില്ല. അങ്ങനെയൊന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഭഗവതിൻ്റെ ഇത് ശ്രീവേലി കഴിഞ്ഞില്ല. അപ്പോൾ അത് നടന്നുകൊണ്ട് പോവാന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾക്ക് അപ്പം അതുകൊണ്ട് ചാലാ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മഹാപുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയുവാനും ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുവാനും എനിക്ക് സാധിപ്പിച്ചതിന് ഭഗവതിയോട് അനന്തമായ കോടി നമസ്കാരം പറയുന്നു. പിന്നെ ഇതൊക്കെ ഓരോ നിയോഗമാണ്. അപ്പം ഒരുപാട് ഭക്തന്മാരുടെ ആവശ്യപ്രകാരമാണ് ഞാനിവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പം അത് വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ ആൾക്കാരും സ്വീകരിച്ചു. അതുമാത്രമല്ല ഇതിൻ്റെ ക്ഷേത്രാധികാരികൾ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതും പൂർത്തീകരിക്കാൻ സാധിച്ചു. പിന്നെ ഇവിടെ മാർച്ച് മാസമാണ് ഉത്സവം വരുന്നത്. അതൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നെഗറ്റീവ്സായി ഞാൻ പറഞ്ഞ വാക്കുകളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക.